കഴിഞ്ഞ 2-3 ദിവസങ്ങളായി അറബിക്കടൽ പോലെ ആർത്തിരമ്പിക്കൊണ്ടിരുന്ന നമ്മുടെ അരമന പരിസരം ഇപ്പോൾ ശാന്തമഹാസമുദ്രം പോലെ നിശ്ചലമാണ്, ശാന്തമാണ്. കാരണം ബഹുമാനപ്പെട്ട നമ്മുടെ എറണാകുളം കളക്ടറുടെ മധ്യസ്ഥതയിൽ സമാധാനപരമായി അവരുടെ ഭവനമായ മെത്രാസുര മന്ദിരത്തിൽ പ്രാർത്ഥനാ യജ്ഞം നടത്തിയതിന് പോലീസ് അറസ്റ്റ് ചെയ്ത് മർദ്ദിച്ച ആ 23 വൈദികരും നിയുക്ത എറണാകുളം അങ്കമാലി അതിരൂപത വികാരി മെത്രാൻ മാർ പാംബ്ലാനിയുമായിട്ടുള്ള ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു. സമാധാനം താൽക്കാലികമായി എറണാകുളം അതിരൂപതയിലുണ്ടായി. ജനങ്ങൾ നിശബ്ദരായി ഇന്നലെ വീട്ടിലേക്ക് മടങ്ങി. ഇന്ന് വൈദികരും 8 മണിക്ക് അവരുടെ സമരം ഉപേക്ഷിച്ച് അവരവരുടെ ഇടവക പള്ളികളിലേക്ക് തിരിച്ചു. ബഹുമാനപ്പെട്ട കളക്ടറുടെ മധ്യസ്ഥതയിലുണ്ടായ ധാരണകൾ ഇതൊക്കെയാണ്. 1 മാസത്തിനുള്ളിൽ മുഴുവൻ കാനോനിക സമിതികളും കൂരിയെയും പുനഃസംഘടിപ്പിക്കും. വൈദികർക്കെതിരെയുള്ള മുഴുവൻ നടപടികളിൽ തുടർ നടപടികൾ നിർത്തിവെക്കും. 21-25 ബിഷപ്പ് ഹൗസിനുള്ളിൽ നിന്ന് പോലീസിനെ പൂർണ്ണമായും ഒഴിവാക്കി എല്ലാവർക്കും കടന്നു വരുവാൻ കഴിയും വിധം സജ്ജമാക്കും. തുടർ ചർച്ചകൾക്ക് 21-25 മുതൽ തുടക്കമാകും. ഈ ധാരണകൾ മാർ ജോസഫ് പാംബ്ലാനിയും സത്യാഗ്രഹം അനുഷ്ഠിച്ചിരുന്ന 21 വൈദികരും എഴുതി പരസ്പരം ഒപ്പിട്ട് കൈമാറി. സത്യം പറയാലോ സുഹൃത്തുക്കളെ, എനിക്കിത് കേട്ടപ്പോൾ എൻ്റെ ചെവികളെയോ ഈ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ കണ്ണുകളെയോ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നമുക്ക് വീണ് കിട്ടിയ നല്ലൊരവസരം പാഴാക്കി എന്ന വിചാരമാണ് എനിക്കുള്ളത്. എനിക്കറിയാം നിങ്ങളിൽ പലർക്കും, എന്നെ വിളിച്ച പലർക്കും ഇതേ ഒപ്പീനിയൻ തന്നെയാണ്, ഇതേ അഭിപ്രായം തന്നെയാണ്. കാരണം നമ്മൾ മനസ്സിലാക്കണം, 21 വൈദികർ അവരുടെ ഭവനമായി കണക്കാക്കുന്ന മെത്രാസന മന്ദിരത്തിൽ അവർ നടത്തിക്കൊണ്ടിരുന്ന പ്രാർത്ഥനായജ്ഞം. അവരവിടെ തീവട്ടിക്കൊള്ള ചെയ്യുകയല്ലായിരുന്നു, അവിടെ കള്ളച്ചാരായം മാറ്റുകയല്ലായിരുന്നു, അവരവിടെ പെണ്ണ് പിടിക്കുകയല്ലായിരുന്നു, അവിടെ ആക്രമണം അഴിച്ചുവിടുകയല്ലായിരുന്നു, പള്ളി മുതൽ നശിപ്പിക്കുകയല്ലായിരുന്നു, അല്ലെങ്കിൽ അരമന തല്ലിപ്പൊളിക്കുകയല്ലായിരുന്നു MNS ഗുണ്ടകളെ പോലെ. അവരവിടെ പ്രാർത്ഥനാ യജ്ഞത്തിലായിരുന്നു. ഉദ്ദേശമെന്ത്? സിനഡ് കൂടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മെത്രാന്മാർക്ക് പരിശുദ്ധാത്മാവിൻ്റെ സ്വല്പം വെളിച്ചം തലയിൽ കിട്ടട്ടെ, അതിനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഈ സംഗതി നടക്കുന്നത്. അങ്ങനെ അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 4 മണി സമയത്ത് 500-100 കണക്കിന് പോലീസ് അവിടെ ഇരച്ചു കയറി ലൈറ്റ് ഓഫ് ചെയ്ത് ആക്രമിച്ചു. വയോധികനായ ഫാദർ സെബാസ്റ്റ്യൻ തളിയനെ അവർ മർദ്ദിച്ചു. ഫാദർ രാജൻ പുന്നക്കലിനെ അവർ തിരഞ്ഞു പിടിച്ച് ആക്രമിച്ചു. അതിന് കാരണം വേറെയുണ്ട്. തിരഞ്ഞു പിടിച്ച് ആക്രമിച്ചു. മൃതദേഹം അവർ വലിച്ചു. നിങ്ങൾക്കറിയാം, നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ട് എന്തൊക്കെ അവിടെ നടന്നെന്ന്. അപ്പോൾ എന്ത് ഒത്തുതീർപ്പാണ് ഇവിടെ ഉണ്ടായത്? നമ്മളുടെ ഒറിജിനൽ പരാതിക്ക് യാതൊരു തീർപ്പും ഉണ്ടായിട്ടില്ല. ഈ 2 ആഴ്ച കൊണ്ട്, അല്ലെങ്കിൽ മാർ പുത്തൂർ അഴിച്ചുവിട്ട, മാർ പുത്തൂർ സൃഷ്ടിച്ച ഒരു വച്ച തീയാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് കടത്തിയിരിക്കുന്നത്. അദ്ദേഹം വെച്ച തീ ഇന്ന് കാലിഫോർണിയയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന കാട്ടുതീയേക്കാളും ഭയങ്കരമായിട്ട് നമ്മുടെ അതിരൂപതയിൽ പടർന്നു. ജനങ്ങൾ ഉണർന്നു, കന്യാസികൾ ഉണർന്നു, സ്ത്രീകൾ ഉണർന്നു. ഈ അത്യുഗ്ര ഉഷ്ണത്തിൽ അവർ കഷ്ടപ്പെട്ടു. അവർ സിന്താബ് വിളിച്ചു, ഇൻകിലാബ് വിളിച്ചു. അവർ നമ്മുടെ വിശ്വാസത്തിന്, നമ്മുടെ വൈദികർക്കും വേണ്ടി ശക്തമായി നിലപാടെടുത്തു, ഏറ്റുമുട്ടി പോലീസുമായിട്ട്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് അവസാനം അവരുടെ ആ ഊർജം, ജനങ്ങളുടെ ആ ജനരോഷത്തിലേക്ക് നമ്മുടെ ഈ അൽമായ നേതൃത്വവും വൈദിക നേതൃത്വവും തണുത്ത വെള്ളം കോരി ഒഴിച്ച് ആ തീ അണയ്ക്കുകയല്ലേ ചെയ്തത് എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം, കഴിഞ്ഞ കാലങ്ങളിലും സംഗതി കുടുങ്ങിയെന്ന് കാണുമ്പോൾ ക്രിട്ടിക്കൽ സമയത്ത് ഈ ബിഷപ്പുമാർ ഒരു തന്ത്രവുമായിട്ട് വരാറുണ്ട്. മനസ്സിലായില്ലേ? കാരണം ഇവർ നമ്മൾ അൽമായരെ കണക്കാക്കിയിരിക്കുന്ന വെറും പട്ടികളെ പോലെയാണ്. നമ്മൾ ഒത്തിരി കുരയ്ക്കുമ്പോൾ, ഒത്തിരി ബഹളം കൂട്ടുമ്പോൾ, ഒരു എല്ലിൻ കഷ്ണം ഇട്ടുകൊടുത്താൽ നമ്മൾ അതിൽ കടിച്ചു തൂങ്ങി സമവായമായി, സന്തോഷമായി എന്നും പറഞ്ഞ് നമ്മൾ കൈയടിക്കുമെന്ന് ഇവർക്കറിയാം. അതാണ് ഇവിടെ എക്സാക്ട്ലി സംഭവിച്ചിരിക്കുന്നത്. ഈ ക്രൈസിസ് മാർ പുത്തൂർ ഉണ്ടാക്കിയ ക്രൈസിസാണ്, ഈ താൽക്കാലിക ക്രൈസിസ്. ആ ക്രൈസിസിന് ആരിത് ചോദിക്കാൻ ഈ പുത്തൂരിനോട്? നമ്മുടെ വൈദികരെ ആക്രമിക്കാനായിട്ട് ഓർഡർ കൊടുത്തതാര്? അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കരങ്ങളാര്? ഏത് ബിഷപ്പ്? ഏത് കർദിനാള്? ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹമില്ലേ സുഹൃത്തുക്കളെ? നമ്മളെ നയിക്കാൻ വരുന്നവർ, നമ്മുടെ സഭയെ നയിക്കാൻ വരുന്നവർ, അല്ലെങ്കിൽ നമ്മുടെ ഭരിക്കാൻ വരുന്ന വ്യക്തി, ആ വ്യക്തിയുടെ കറുത്ത കരങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നറിയുവാൻ ഈ സഭയിലെ എല്ലാ വിശ്വാസികൾക്കും ആഗ്രഹമുണ്ട്. എറണാകുളത്തെ വൈദികരുടെ ഗതികേട് കണ്ട് മറ്റു രൂപതകളിലെ വൈദികർ കളിയാക്കേണ്ട, പുച്ഛിക്കേണ്ട. കാരണം ഒരു വൈദികനെ തൊട്ടുകളിച്ചാൽ അതെല്ലാ വൈദികരെയും തൊട്ടുകളിക്കുന്നതിന് തുല്യമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഈ എറണാകുളത്തെ വിശ്വാസികൾ.
ഓക്കെ, ഒരു വാക്ക് അതിനെതിരെ സംസാരിക്കാനായിട്ട് നമ്മുടെ സഭാ നേതൃത്വമോ നമ്മുടെ മറ്റ് ക്രൈസ്തവ സമൂഹമോ എന്തിന് നിങ്ങളിങ്ങനെ ഈ കപട വേഷധാരികളായി കാപട്യം പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നു മതമേലധ്യക്ഷന്മാരെ? ഓക്കെ, ഒരു സഭയിലെ പുരോഹിതനെ പട്ടിയെ തല്ലുന്ന പോലെ ആക്രമിച്ച് പന്നിയെ വലിച്ചു പോകുന്ന ആ കാഴ്ച കണ്ടിട്ട് മിണ്ടാൻ പോലുള്ള ധൈര്യമില്ലാത്ത വെറും പേടിത്തൂറികളാണോ നമ്മുടെ സഭാ നേതൃത്വം? ഞാൻ പറയുന്നത് നമ്മുടെ കത്തോലിക്ക സഭയിൽ മാത്രമല്ല, നമ്മുടെ നമ്മുടെ എല്ലാ സഭാ നേതൃത്വവും അതിനെ അപലപിക്കുവാനോ അതിനു വേണ്ടിയിട്ട് അതിനെതിരായിട്ട് ഒന്ന് ശബ്ദിക്കാനോ പോലുമുള്ള ആർജവം കാട്ടാത്ത രാഷ്ട്രീയക്കാരും ആ ആർജവം കാട്ടാത്ത മത നേതാക്കന്മാരോടും ജനങ്ങൾക്ക് പുച്ഛമല്ലാതെ മറ്റെന്താണുള്ളത്? ഇന്നലെ നമ്മുടെ മേജറും ഈ പാമ്പ്ലാനിയും അവിടെ വന്നിരുന്നു. എന്നാൽ അവിടെ വന്നിട്ട് ആ അങ്ങേവശത്ത് കന്നാലികളെ കൂട്ടിലിട്ട് അടച്ചിരിക്കുന്ന മാതിരി ബന്ധവസിലിട്ടിരുന്ന ആ വൈദികരൊന്ന് കാണാനോ അവരോട് രണ്ടു വാക്ക് പറയാനോ ഉള്ള സന്മനസ് പോലും കാണിക്കാതെ അദ്ദേഹം നേരെ തലശ്ശേരിക്ക് വണ്ടി വിടുകയായിരുന്നു. ആ തലശ്ശേരിക്ക് വിട്ട വണ്ടി ഈ കളക്ടർ ഭീഷണിപ്പെടുത്തിയാണ് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നത്. കാരണം പറഞ്ഞു, തിരിച്ചു വന്നില്ലെങ്കിൽ 20 വരെ ഞങ്ങൾ ഇവരെ പിടിച്ച് അരമനയുടെ അകത്ത് കയറ്റി അവരെ പിടിച്ചുകൊണ്ടുപോയി സ്ഥലത്താക്കുമെന്ന് ഇദ്ദേഹം ഭീഷണി മുഴക്കിയപ്പോഴാണ് അദ്ദേഹം വണ്ടി യൂട്ടീനെടുത്ത് തിരിച്ചിങ്ങോട്ട് വന്നത്. തൃശ്ശൂർ വരെ ചെന്നു. അദ്ദേഹത്തിന് ചികിത്സയാണ് ചികിത്സ. ഇങ്ങനെ നിത്യരോഗിയാണ് അദ്ദേഹമെങ്കിൽ എങ്ങനെ തലശ്ശേരി രൂപതയും എറണാകുളം അതിരൂപതയും എങ്ങനെ അദ്ദേഹം ഒരേ സമയം ഭരിക്കും എന്നെനിക്ക് ഞാൻ വണ്ടർ ചെയ്തു പോവുകയാണ്. എനിവേ, അപ്പം ഞാൻ ഇതുപോലെ ശക്തിയായ ഒരു വീഡിയോ ഇറക്കണമെന്നാണ് ഞാൻ വിചാരിച്ചു കൊണ്ടിരുന്നത്. ഞാനപ്പോൾ നമ്മുടെ അൽമായ നേതൃത്വത്തിൻ്റെ ഈ ചർച്ചയിൽ വലിയൊരു ഭാഗമായിരുന്ന അൽമായ നേതൃത്വത്തിൻ്റെ അഭിപ്രായം കൂടി അറിയണമല്ലോ. എന്താണ് അവരുടെ മാസ്റ്റർ പ്ലാൻ? അവർക്ക് എന്തെങ്കിലും അവരുടെ ബാക്ക് പോക്കറ്റിൽ എന്തെങ്കിലും സൂത്രവിദ്യ ഉണ്ടോ, ട്രിക്ക് ഉണ്ടോ എന്നറിയാനായിട്ട് ഞാൻ അവരെ വിളിച്ചു. ഞാൻ വിളിച്ചിട്ട് കിട്ടിയത് നമ്മുടെ അൽമായ മുന്നേറ്റത്തിൻ്റെ വക്താവ് മിസ്റ്റർ റിജു കാഞ്ഞൂക്കാരനെയാണ്. അദ്ദേഹവുമായി ഞാൻ നീണ്ട ഒരു സംഭാഷണം നടത്തി. ഞാൻ എൻ്റെ വികാരം അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുത്തു. എൻ്റെ മാത്രമല്ല, അനേകം അൽമായർക്കും ഇതിൻ്റെ അകത്ത് വളരെയധികം മടുപ്പ് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെ സംശയം, അവരുടെ സംശയവും എൻ്റെ സംശയവും, ഇവർ വെറുതെ ജനങ്ങളെ വട്ടം ചുറ്റിച്ച് അവരെ നിരാശപ്പെടുത്താനുള്ളതല്ലേ, അവരുടെ തന്ത്രമല്ലേ? കാരണം ഗതികേട് വരുമ്പോഴത്തേക്കും അവരിങ്ങനെയൊക്കെ സമവായം മണ്ണാങ്കട്ട എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. നമുക്കറിയാം, ഈ പാമ്പ്ലാനി ഉപയോഗിച്ച് തന്നെ എത്ര തവണ നമ്മൾ സംവായങ്ങൾ നടത്തുകയും സംവായത്തിലെത്തുകയും ചെയ്തു. എന്നിട്ടോ അവസാന നിമിഷത്തിൽ അവർ കാലുമാറി. അങ്ങനെ കാലുമാറിയപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാൻ പോലും ഇദ്ദേഹം മുതിർന്നില്ല. ആര്? ഈ പാമ്പ്ലാനി. ഓക്കെ, ആ പാമ്പ്ലാനിയാണ് ഇപ്പോൾ ഇവിടെ ഭരിക്കാൻ വരുന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ സുഹൃത്തുക്കളെ, ഇത്രയും, അതായത് സീറോ മലബാർ സഭയിലെ 20ഓളം അതിരൂപതകൾ കൂടിയാൽ ഉണ്ടാകുന്ന ഒരു ജനസംഖ്യ നമ്മുടെ ഈ ഒരൊറ്റ അതിരൂപതയിലുണ്ട്. 6,50,000 ജനങ്ങൾ, 1000-1000-ലേറെ വൈദികരും സന്യാസിനികൾ വേറെ. ഇത്രയൊക്കെ ഉള്ള ഈ അതിരൂപതയിൽ നിന്ന് ഒരു വൈദികനെ കണ്ടുപിടിച്ച് മെത്രാനാക്കി, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ഒരു വൈദികനെ മാറ്റി ഇവിടേക്കൊരു വികാറായിട്ട് വീഴുവാൻ ഈ സിനഡ് തയ്യാറാകാത്തതിന് പിന്നിൽ ഗൂഢലക്ഷ്യമുണ്ട് എന്നുള്ളതിന് വേറെ എന്ത് തെളിവാണ് വേണ്ടത്? മാത്രമല്ല, ഈ പാമ്പ്ലാനി ഈ മിനിഞ്ഞാന്ന് 2 ദിവസം മുമ്പ് അദ്ദേഹം പബ്ലിക്കായിട്ട് അവിടെ പത്രപ്രവർത്തകരോട് പബ്ലിക്കായിട്ട് പറഞ്ഞു, ഈ കുർബാനയെ പറ്റി ആരാഞ്ഞ ഒരു പത്രപ്രവർത്തകനോട് പറഞ്ഞു, സിനഡ് ഐക്യകണ്ഠേന പാസ്സാക്കിയതും മാർപ്പാപ്പ അംഗീകരിച്ചതുമായ കുർബാന ക്രമത്തിൽ നിലപാടിൽ യാതൊരു മാറ്റവും വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എറണാകുളത്ത് എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു. നമ്മളുടെ ഇഷ്യൂ അതാണ്. അപ്പോൾ അങ്ങനെ മുൻവിധിയുള്ള ഒരു ബിഷപ്പ് എന്തിന് ഇങ്ങോട്ട് എഴുന്നള്ളണം? എല്ലാവരുടെയും ചുണ്ടിലുള്ള ഒരു ചോദ്യമാണത്. അദ്ദേഹം മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫൈറ്റ് തുടരും, ഈ യുദ്ധം ഇവിടെ അവസാനിക്കുന്നില്ല. അപ്പം നമ്മളിപ്പോൾ എത്തിയെന്ന് പറയുന്ന സമവായം മറ്റൊന്നുമല്ല, താൽക്കാലികമായിട്ട് ഈ പുത്തൂർ ചെയ്തു കൂട്ടിയ ഗുരുദ്രോഹം, അതിനൊരു പരിഹാരം മാത്രമാണ്, താൽക്കാലികമായിട്ടുള്ള ഒരു ശമനം മാത്രമാണ് അവർക്ക് കിട്ടേണ്ടത്. കാരണം അവർക്കറിയാം സമയം അവരുടെ കയ്യിലാണ്. ഇവിടുത്തെ ജനങ്ങൾ മടുക്കും, അവർ കുഴയും. ഈ എറണാകുളത്ത് നിന്ന്, കാലടിയിൽ നിന്നും, മലയാറ്റൂരിൽ നിന്നും, ആനപ്പാറയിൽ നിന്നും, മഞ്ഞപ്പുറയിൽ നിന്നും, മലയാറ്റൂരിൽ നിന്നുമൊക്കെ ജനങ്ങൾ വന്ന് ഇവിടെ വന്ന് കുഴയും. വണ്ടിയെടുത്ത് ഈ വെയിലും കൊണ്ട് ഇവിടെ വന്ന് കുഴയും. അവർ അവസാനം വിട്ടുകളയും. അവരുടെ സ്പിരിറ്റ് ചോർന്നു പോകും എന്നറിയാം. അതുകൊണ്ടാണ് അവർ ഈ കളി കളിക്കുന്നത് എന്ന് നമ്മുടെ അൽമായ മുന്നേറ്റത്തിനും നമ്മുടെ വൈദിക നേതൃത്വത്തിനും മനസ്സിലാക്കാവുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കൊല്ലന്മാരെ കണ്ടുപിടിക്കണം. അവർ ഇരുമ്പേൽ ചുറ്റുകൊണ്ട് അടിക്കുന്ന എപ്പോഴാണ്? നല്ല ഇരുമ്പ് ചുട്ടുപഴുത്തിരിക്കുമ്പോഴാണ്. അപ്പോൾ ഇന്നലെ അവിടെ ചുട്ടുപഴുത്തിരുന്ന ഒരു ജനസമൂഹമാണ് ഇന്നലെ അവിടെ ഉണ്ടായിരുന്നത്, കഴിഞ്ഞ 2 ദിവസമായിട്ട്. അങ്ങനെ
അങ്ങനെ വൈകാരികമായി അവർ ചുട്ട് പഴുത്ത നിൽക്കുന്ന സമയത്ത് വേണമായിരുന്നു നമ്മൾ ചിറ്റി കൊണ്ടടിച്ച് നമ്മളുടെ കാര്യം കാണാനായിട്ട്. ആ സുവർണാവസരമാണ് അൽമായ മുന്നേറ്റം അല്ലെങ്കിൽ നമ്മുടെ വൈദിക നേതൃത്വം നഷ്ടമാക്കിയത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഏതായാലും ഞാൻ പറഞ്ഞ പോലെ ഞാൻ റിജു കാഞ്ഞുകാരനെ വക്താവ് അൽമായ മുന്നേറ്റത്തെ അദ്ദേഹം എനിക്ക് അവരുടെ ഒരു പെർസ്പെക്റ്റീവ് തന്നു. അവർ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ചു, സംഗതികളെല്ലാം ശരിയാണ്. അവർ പറഞ്ഞ അവരെല്ലാം ഇതിനെപ്പറ്റി ഈ പോയിനെപ്പറ്റി ബോധവാന്മാരാണ്. ഇദ്ദേഹത്തെ പറ്റിയും ഇദ്ദേഹത്തിൻ്റെ ചെയ്തികളെ പറ്റിയെല്ലാം ബോധവാന്മാരാണ് എല്ലാവരും. പക്ഷെ അദ്ദേഹം പറഞ്ഞ റിജിയനോട് പറഞ്ഞതനുസരിച്ച് നമ്മുടെ മെത്രാൻ സിനഡിൽ നമ്മുടെ അൽമായരോട് വിമതർ എന്ന് പറയുന്ന നമ്മളോട് സംസാരിക്കുവാനായിട്ട് അല്പമെങ്കിലും നേരം കണ്ടെത്തിയതും അല്പം ചെവി തരുന്നതും ഈ മെത്രാൻ മാത്രമാണ്. നമ്മളോട് ഉള്ളിൽ അദ്ദേഹത്തിന് അനുകമ്പയും നമ്മളുടെ നിലപാടിനോട് അദ്ദേഹം യോജിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ ഇലക്ഷനിൽ മേജർ സ്ഥാനം നഷ്ടപ്പെട്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം ഈ കൽദായവാദികൾ അദ്ദേഹത്തിൽ വിശ്വസിക്കുന്നില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് ആ മേജർ മെത്രാപ്പൊലീത്ത സ്ഥാനം നഷ്ടപ്പെട്ടു എന്നാണ് റിജു പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല ഇപ്പോഴത്തെ ഈ സെൻസിറ്റീവ് അവസ്ഥയിൽ അങ്ങനെ പബ്ലിക്കായിട്ട് ഒരു നിലപാട് പറയാനായിട്ട് ഇല്ല, കുർബാനയുടെ കാര്യത്തിൽ ഞാൻ ഡിസ്കസ് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ഫ്ലെക്സിബിൾ ആയിരിക്കും, നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞാൽ അത് സൂയിസൈഡലായിരിക്കും, അത് ആത്മഹത്യാപരമായിരിക്കും അദ്ദേഹത്തിന്. കാരണം അദ്ദേഹത്തെ MTNSകാരും അദ്ദേഹത്തെ കൽദായക്കാരും കൂടി ഓടിച്ചിട്ട് തല്ലും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ അങ്ങ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം ഇവിടെ വരുമ്പോൾ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നിലപാടാണ് അദ്ദേഹം എടുക്കുകയുള്ളൂ എന്നൊരു വിശ്വാസം അവർക്കുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഇവിടെ സമവായമായത് ഈ പറഞ്ഞ മാതിരി താൽക്കാലികമായിട്ടുള്ളൊരു വെടിനിർത്തലാണ്. ശരിയായിട്ടുള്ള ചർച്ചകൾ ഇനി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അത് 20-ാം തീയതി ആർച്ച് ബിഷപ്പ് പാമ്പ്ലാനി ഇവിടെ വന്ന് പെർമനൻ്റായിട്ടൊരു സിറ്റുവേഷനിൽ വന്നു കഴിയുമ്പോഴത്തേക്കും കൂടുതൽ ഇതിലേക്ക് ചർച്ചകൾ നടത്തും. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇവർ ഒരു കഴഞ്ച് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. സമരം വീണ്ടും അതിശക്തിയായി തന്നെ തുടരും. ഇതൊരു താൽക്കാലിക വെടിനിർത്തൽ, ചർച്ചയ്ക്കുള്ളൊരു അവസരം കൊടുക്കൽ, ഇത് മാത്രമേ ഉള്ളൂ എന്ന് ഈ വക്താവ് റിജു കാഞ്ഞുകാരൻ എനിക്ക് വാക്ക് തന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അല്പമൊക്കെ എനിക്ക് ഒരു ആത്മവിശ്വാസം നൽകി എന്ന് ഞാനിവിടെ അഡ്മിറ്റ് ചെയ്യുകയാണ്. കാരണം നമ്മൾ കണ്ണുമടച്ച് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരവരുടെ കുടുംബവും ബിസിനസ്സും ഉപജീവനവും മാർഗവും ഉപേക്ഷിച്ച് നമ്മുടെ സഭയ്ക്ക് വേണ്ടിയിട്ടും നമ്മുടെ അതിരൂപതയ്ക്ക് വേണ്ടിയിട്ടും രാപ്പകൽ കഷ്ടപ്പെടുകയാണ്. നമ്മളുടെ അച്ഛന്മാരും അതുപോലെ തന്നെ. പക്ഷേ അൽമായരുടെ ഗതി ഒന്ന് ആലോചിച്ച് നോക്കണം. റിജു കാഞ്ഞുകാരൻ, അതുപോലെ തന്നെ PV ജെറാർഡ്, അതുപോലെ തന്നെ പ്രകാശ് പി ജോൺ, അതുപോലെ തന്നെ അൽമായ മുന്നേറ്റം പ്രസിഡന്റ് ഷൈജു ആൻ്റണി, ഇവരൊക്കെ എത്ര കഷ്ടപ്പെട്ടാണ് അവരുടെ കുടുംബവും വീടും ജോലിയും ഉപേക്ഷിച്ചിട്ടാണ് അവരിങ്ങനെ കഷ്ടപ്പെടുന്നത്. അപ്പോൾ അവർക്ക് ഞാനായിട്ട് ഒരു സമ്മർദ്ദം കൊടുക്കുന്നില്ല. അവർ നമുക്ക് വേണ്ടിയിട്ട് വർഷങ്ങളായി പോരാടുന്നവരാണ്, നമ്മുടെ പോരാട്ടക്കാരാണ്. അപ്പോൾ അവരുടെ പോരാട്ടം വിജയിക്കും എന്ന് തന്നെ. കാരണം ഇത്രമാത്രം ഇതുണ്ടാക്കി, ഇവിടെ ഇത് ഇമ്പാക്റ്റ് ഉണ്ടാക്കി. ഇന്നലെയും മിനിഞ്ഞാന്നത്തെ ജനക്കൂട്ടം കണ്ടിട്ട് മുട്ടുവിറയ്ക്കാത്ത കൂതി വിറയ്ക്കാത്ത ഒരു മെത്രാനും നമ്മുടെ സിനഡിലുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ജനങ്ങളുടെ നമ്പർ 1 ആവശ്യം പുത്തൂരിൻ്റെ കസേര തെറിച്ചു, ശരിയല്ലേ? അപ്പോൾ ഈ ജനക്കൂട്ടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവർ പുതുക്കെ പറഞ്ഞല്ലോ, നമ്മുടെ ബസിലിക്കായുടെ അകത്ത് ഇരിപ്പിട്ട് കള്ളന്മാർ, ക്രിമിനൽസ് 3-4 പേര്, കൂര്യ എന്ന പേരും പറഞ്ഞ്. അപ്പോൾ പോലീസുകാരെന്തുകൊണ്ട് അവിടെ 20-ാം തീയതി വരെ നിൽക്കുന്നു, 20-ാം തീയതി ഒഴിപ്പിക്കുള്ളൂ, 20-ാം തീയതി വരെ നിൽക്കുന്നു എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞത് അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്, കൂര്യായുടെ. കാരണം അവർ ഇപ്പോൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞെങ്കിൽ ജനങ്ങൾ അവരെ ബാക്കി വയ്ക്കില്ല എന്നവർ ശരിക്കും ഭയപ്പെടുന്നു. അതുകൊണ്ട് 20-ാം തീയതി പാമ്പ്ലാനി ബിഷപ്പ് വന്ന് ഒരുമാതിരി ഒരു സെറ്റിൽമെൻ്റ് ആയി കഴിയുമ്പോഴത്തേക്കും ഇവരെ പതുക്കെ എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിടും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതുവരെ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ അരമന നിവാസികൾക്ക്. എന്തായാലും ഒന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ ഈ സ്ഥാനക്കുതിയും സ്ഥാനമോഹവും അനാവശ്യമായിട്ട് അർഹമല്ലാത്ത കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ ആക്രാന്തവുമാണ് ഇവരെ ഇങ്ങനെ സഹവൈദികരെ കൊണ്ട് ചീത്ത വിളിപ്പിക്കാനായിട്ട് ഇടവരുത്തിയത്. ഇതൊന്നും ഇവർ മനസ്സിലാക്കുന്നില്ല. കാരണം അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി അവർക്കില്ല, അല്ലെങ്കിൽ അവർ അത്രയ്ക്ക് നാണം കെട്ടവരായിപ്പോയി. അത്രയ്ക്ക് ഒരു ഉടുപ്പില്ലാത്തവരായിപ്പോയി. ഒരു അധികാരത്തിൻ്റെ അപ്പക്കഷണത്തിന് വേണ്ടിയിട്ട് മെത്രാന്മാരെ ആശ്രയം നാക്കാൻ പോയ ഇവന്മാരെ ഇനി ഏതിടവകയിൽ ഇവരെ കയറ്റും? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതാണ്. ഇവർക്കൊന്നും ഒരു ഇടവകയിലേക്ക് പോലും സ്ഥാനം കയറ്റിക്കൂടാ ഈ അഴിമതി വീരന്മാരെ എന്നാണ് ഞാൻ പറയുന്നത്. തെണ്ടി നടക്കട്ടെ. ഞാലിയത്ത് തരീരൻ എന്ന് പറയുന്ന ഗുണ്ടാ നേതാവും അതുപോലെ തന്നെ മറ്റ് ഗുണ്ടകളും കള്ളന്മാരും ആഭാസന്മാരും ചോദിക്കുന്നുണ്ട്. ജോഷി പുതുവയുടെ ഗേൾഫ്രണ്ട് കൂടെ ഒരുത്തി നടപ്പുണ്ട്. നൈപുണ്യയിൽ തുടങ്ങി പോകുന്നിടത്തൊക്കെ കെട്ടിവലിച്ചു കൊണ്ടുപോകുന്ന മിലിറ്ററി ഭാര്യയെ കൂടെ കൊണ്ടുപോകുന്ന പോലെ
ഓക്കെ, സ്നേഹ എന്നൊരുത്തിയെ കൊണ്ടു കിടക്കുന്നുണ്ട്. സ്നേഹ എവിടെ? ആരാണ് സ്നേഹ? ഇതിനെപ്പറ്റിയൊക്കെ ഞാനൊന്ന് പഠിക്കുന്നുണ്ട്. മനസ്സിലായല്ലേ? അപ്പോൾ ഇതുപോലെ ഗജപോക്രികളെയാണ് നമ്മളുടെ അതിരൂപതയിൽ ഈ പുത്തൂർ കുടിയിരുത്തിയത്, അദ്ദേഹത്തിൻ്റെ കസേര സുരക്ഷമാക്കുവാൻ. അതാണ് നമ്മളുടെ ജനങ്ങൾ തെറിപ്പിച്ചത്. ഈ 21 വൈദികരുടെ ഈ അവരെ കയറ്റ മർദ്ദനം വെറുതെ ആയിപ്പോയി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല, വെറുതെ ആയില്ല ഒരിക്കലും. എറണാകുളത്തെ ജനങ്ങളത് മറക്കില്ല. പുത്തൂരിൻ്റെയും സഭാ നേതൃത്വത്തിൻ്റെയും നമ്മുടെ വൈദികരോട് കാണിച്ച ഈ ക്രൂരതയ്ക്ക് ജനങ്ങൾ സമാധാനം ചോദിക്കും. ആ ക്രൂരതയ്ക്ക് സഭാ നേതൃത്വം ഉത്തരം പറയേണ്ടി വരും. ആരുടെ ഉത്തരവിൻ്റെ പുറത്താണ് പോലീസ് ഇതുപോലുള്ള അതിക്രമം ഒരു കത്തോലിക്ക സഭയിൽ? ഇതേത് മതത്തിൽ സംഭവിക്കും? ഒരു മുസ്ലിം മോസ്കിൽ ഇതുപോലുള്ള അഴിഞ്ഞാട്ടം നമ്മുടെ പോലീസ് നടത്തുവാനുള്ള ധൈര്യം അവർ കാണിക്കുമോ? കാണിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ തല വാരിക്കൊമ്പയിൽ വയ്ക്കും. വാരിക്കൊമ്പയിൽ കുത്തി അവർ മോസ്കിന് മുമ്പിൽ കുത്തി നിർത്തും. ഓക്കെ, അതാണ് മുസ്ലിങ്ങൾ ചെയ്യുക. ഒരു ഹിന്ദു ടെമ്പിളിൽ ചെയ്യോ ഇതുപോലത്തെ സാക്രിലേജ്? ചെയ്യോ? ഇല്ല. അപ്പം നമ്മളുടെ ഭവനം തുറന്നു കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഭവനത്തിലെ കുടുംബനാഥൻ തന്നെയാണ്. നമ്മുടെ കുടുംബനാഥൻ തന്നെ കുട്ടികളെയും ഭാര്യയെയും ഭീഷണിപ്പെടുത്താനും അവഹേളിക്കാനും അപമാനപ്പെടുത്തുവാനും സ്വന്തം കുടുംബത്തിൻ്റെ വാതിൽ തുറന്നിട്ട് കൊടുക്കുന്നതിന് തുല്യമാണ് ഈ സഭാ നേതൃത്വം ഈ എറണാകുളത്തെ അതിരൂപതയോടും എറണാകുളത്തെ ജനങ്ങളോടും ചെയ്തത്. ആലോചിച്ച് നോക്കിയാൽ ധാർമ്മിക രോഷം കൊണ്ട് എൻ്റെ രക്തം തിളയ്ക്കുകയാണ്. ഇങ്ങനെ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു കാരണവർ, ഒരു കുടുംബനാഥൻ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? സ്വന്തം മകനെ പോലീസിൽ ഏൽപ്പിച്ച് പീഡിപ്പിക്കുക, സ്വന്തം കുടുംബത്തിൽ അരാജകത്വം സൃഷ്ടിക്കാൻ ഗുണ്ടകളെ പറഞ്ഞു വിടുക. ഏത് കുടുംബനാഥൻ ചെയ്യുന്ന പോക്കിരിത്തരമാണിത്? എന്നിട്ട് ഇതിനെപ്പറ്റി ചോദിക്കാനായിട്ടുള്ള ആർജവമുള്ള ഒരൊറ്റ മെത്രന്മാരില്ല, ഒരൊറ്റ മതനേതാക്കളുമില്ല. കണ്ടതും ചോദിച്ചതിനും എറണാകുളത്തെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്ന ഈ പരനാറികൾ, പറ എവിടെ പോയി ഇവരൊക്കെ? മറ്റ് രൂപതകളിലെ വൈദികർ എവിടെ പോയി? അവരൊക്കെ നാക്കിറങ്ങിപ്പോയോ? എറണാകുളത്തെ വൈദികർ സധൈര്യം വിശ്വാസത്തിനോട് ധൈര്യം കാണിച്ച് രംഗത്തിറങ്ങി, മർദ്ദിതരായി പീഡിതരായി വിശ്വാസത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് അവരൊന്ന് കാണാനോ അവരോടൊന്ന് സംസാരിക്കാനോ ഒരു ആശ്വാസവാക്ക് പറയാനോ ഒരു മനുഷ്യൻ ഈ നാണം കെട്ട ജാതിയിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. എക്സെപ്റ്റ് എറണാകുളം അതിരൂപതയിലെ ധൈര്യശാലികളായ ധീരരായ അജഗണങ്ങളും വൈദികരും. താങ്ക് യു വെരി മച്ച്. തീർന്നില്ല, ഇനിയും വരും. എൻ്റെ രോഷം ഇനിയും ഒഴുകിക്കൊണ്ടിരിക്കും സുഹൃത്തുക്കളെ, കഴിഞ്ഞിട്ടില്ല. താങ്ക് യു വെരി മച്ച്.